ഓക്കെ, എനിക്ക് റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെ ആവുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ എന്നാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്. നമ്മളിനി എടുക്കാനുള്ളത് ഏതായിരുന്നു? മറ്റേ സ്മോൾ ഇൻഡസ്ട്രീൻ അല്ലേ? കയറി വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴാ വൈകി വന്നു, അതുകൊണ്ട് എനിക്ക് ആ സ്ക്രീനൊന്ന് ഓപ്പൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഒരു മിനിറ്റ്. ഇത് ചിത്രങ്ങളൊക്കെ കണ്ടത് ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ അല്ല, സോറി, സ്മോൾ ഇൻഡസ്ട്രി തന്നെയാണ് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ, നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾക്ക് ആവശ്യമുള്ള ആസിഡും മറ്റുമൊക്കെ വന്നിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡിങ് ചെയ്ത പരുവത്തിൽ, അതായത് ദഹനത്തിനുള്ള ഒരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്കുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻഡസ്ട്രീനെ പൊതുവെ 3 ആയിട്ട് തരംതിരിക്കും. ഡിയോഡിനം, ജിജുനം, ഇലിയം എന്ന് പറയും. ഇലിയം നിന്ന് അത് ലാർജ് ഇൻഡസ്ട്രീനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഉള്ള ഒരു നടുവിലുള്ള സ്റ്റൊമക്കിൻ്റെ നടുവ് ഭാഗത്ത് കവർ ചെയ്യുന്ന ഭാഗത്താണ് സ്മോൾ ഇൻഡസ്ട്രീൻ ഉള്ളത്. ദഹന പ്രക്രിയയുടെ നമ്മൾ തുടങ്ങുന്നത് വായിൽ നിന്നാണ്, എന്നിട്ട് ആനസ് വരെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് ഈ സ്മോൾ ഇൻഡസ്ട്രീനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്മോൾ ഇൻഡസ്ട്രീനിലാണ് ഇത് ദഹനം ശരിക്കും നടക്കുന്നത്. ശരിക്കും ആ ദഹനം നടന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കഴിച്ച ആഹാരങ്ങളെ വിഘടിക്കുകയും അതിന് പ്രോട്ടീൻസും മറ്റേ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസും അതേമാതിരി തന്നെ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഓരോ എലിമെൻസിനും സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേഷൻ നടക്കുന്നത് ആക്ച്വലി സ്മോൾ ഇൻഡസ്ട്രീൻ വെച്ചിട്ടാണ്. അതിനകത്ത് ഒറ്റയുണ്ട്. ഈ ക്ലാസ് വരുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് വൈകി കയറുമ്പോൾ ദയവായിട്ട് 8:30 എന്ന് പറഞ്ഞാൽ 8:30 കയറാൻ ശ്രമിക്കുക. മറ്റേ എന്താ പറഞ്ഞാൽ നമ്മൾ കഴിച്ച ആഹാരം ദഹനത്തിന് ശേഷം ഈ സ്മോൾ ഇൻഡസ്ട്രീൻസിലൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ എന്താ പറയുക, നമ്മുടെ ബ്രിസിൽസ് പോലെ അതിനകത്ത് നമ്മളിവിടെ ഉണ്ടാകും ചിത്രം. യെസ്, ഓക്കെ, നമ്മുടെ ബ്രിസിൽസ് പോലെ സ്മോൾ ഇൻഡസ്ട്രീനകത്ത് നിറയെ പൊന്തി പൊന്തി നിൽക്കുന്ന ചെറിയ ചെറിയ എന്താ പറയുക, മരങ്ങളിൽ ചെറിയ ചെറിയ വേരുകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് കയറുന്ന സസ്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേരുകൾ എല്ലാം അവിടെ ഉണ്ടാവും. അതേമാതിരി സ്മോൾ ഇൻഡസ്ട്രീൻ മുഴുവനും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പല്ലുകൾ പോലെയുള്ളത്. നമ്മളുടെ ദഹന പ്രക്രിയ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വില്ലാസിലാണ് ഈ പ്രോട്ടീൻസും ന്യൂട്രീഷൻസും ഒക്കെ വന്ന് ടച്ച് ആവുന്നത്. അങ്ങനെ ഇതിനകത്ത് ടച്ച് ആവുന്ന സമയത്ത് ഇത് വലിച്ചെടുത്തിട്ടാണ് ബ്ലഡിലൂടെ സ്പ്ലീനിൻ്റെ സഹായത്താൽ ബ്ലഡിലേക്ക് എത്തിക്കുന്നത്. സോ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദഹന പ്രക്രിയയുടെ വളരെയേറെ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നടക്കുന്ന സ്ഥലമാണ് ഈ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മളുടെ ഒട്ടുമിക്ക ഇഷ്യൂസും ഈ സ്മോൾ ഇൻഡസ്ട്രീനായിട്ട്, നമുക്കിപ്പോൾ പൊതുവേ ദഹനത്തിന് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്ന ഒരു സാധനമാണ് സ്മോൾ ഇൻഡസ്ട്രീൻ. സ്മോൾ ഇൻഡസ്ട്രീനിൽ വന്നിട്ട് മറ്റേ മ്യൂക്കസ് മെമ്പറൈനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് കഫം എന്ന് പറയുന്നത് ദോഷമായിട്ടുള്ള ഒരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അളവിൽ കൂടിയാൽ എല്ലാം ദോഷം ചെയ്യും, അതേ സമയത്ത് ആവശ്യത്തിന് എല്ലാം വേണം. ഈ കഫം എന്ന് പറയുന്ന മ്യൂക്കസ് ആണ് നമ്മുടെ ശരീരത്തിലെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളുടെ ശരീരത്തിനകത്ത് ഈ ദഹനേന്ദ്രിയങ്ങളിലെല്ലാം തന്നെ, ഈവൻ സ്റ്റൊമക്കിലായാലും ശരി, ഫുഡ് പൈപ്പിലായാലും ശരി,
നോസ് പൈപ്പിലായാലും മറ്റേ ബ്രീത്ത് ചെയ്യുന്നതിന് ഈസോഫാഗസിലായിക്കോട്ടെ, എല്ലാത്തിലും തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ് ടു ആനസ് വരെയും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ എന്തെന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പാത്തജനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്റേണലി നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന ദഹനരസങ്ങൾ കാരണം നമ്മളുടെ ഓർഗണിലെ ഭാഗങ്ങൾ ഡാമേജ് ആകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മ്യൂക്കസ്. അതേമാതിരി തന്നെ നമ്മുടെ തലയിൽ ബ്രെയിനിനെ വന്നിട്ട് കേടുപാട് തട്ടാതെ സൂക്ഷിക്കുന്നതിനകത്തും ഈ മ്യൂക്കസ് മെമ്പറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. സോ അങ്ങനെ കഫം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റില്ല. കഫം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നെഗറ്റീവ് ആസ്പെക്ട് കൊടുക്കരുത്, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിലത്തെ എൻ്റെയർ കഫത്തിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾക്ക് നമ്മൾ മരണപ്പെടും. ഓക്കെ, സോ നമ്മളുടെ ജീവൻ നിലനിർത്തുന്ന സ്പേം വരെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മ്യൂക്കസിന്റെ തന്നെ ഓരോ രൂപത്തിലുള്ള സാധനത്തിനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്ലൂയിഡിൽ വരുന്ന സാധനങ്ങളാണ്, ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. സോ ഈ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിലും നമ്മൾ ആഹാരം കഴിച്ചതിനെ വിഘടിക്കുന്നതിലും ആ വിഘടിച്ച സാധനങ്ങളെ വലിച്ചെടുത്ത് ബ്ലഡിലേക്ക് കയറ്റുന്നതിനകത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുള്ള സാധനമാണ് സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഓർഗൻ. ഓക്കെ, അതിൻ്റെ സമയമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതിനെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞാണ് ഓരോരോ ഓർഗണിനെ കുറിച്ച് കുറേശ്ശെ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 1-2 കൊല്ലം കൊണ്ട് നിങ്ങൾ നല്ലൊരു അനാട്ടമി പഠിക്കുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും. ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ ദിവസം ഏതെങ്കിലും ഒന്നിനെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ടല്ല. ആദ്യം പഠിക്കേണ്ടത് വന്നിട്ട് നമ്മുടെ ബോണ്, എന്തൊക്കെ ബോണുണ്ട്, ഓരോ ജോയിന്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കുക. ഓരോ ഓർഗണും അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പതുക്കെ പഠിച്ചാൽ മതി. ഒരു സ്മോൾ ഇൻഡസ്ട്രിൻ്റെ ഇത്രയും ഈ 2 സ്ക്രീൻ പഠിക്കാൻ നിങ്ങൾ 3-4 ദിവസം ആയാലും കുഴപ്പമില്ല. അങ്ങനെ പഠിക്കുന്നതാണ് നമ്മളുടെ ഗ്രോത്തിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞത് മാത്രം മതി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇരിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് ഡീപ്പായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നത് എപ്പോഴും വളരെയേറെ യൂസ്ഫുള്ളാണ്. ഓക്കെ, നമുക്കിതൊന്നും ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഡൈജഷന് വളരെയേറെ സ്റ്റൊമക്കിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെ ദഹന പ്രക്രിയയിലെ പ്രാരംഭഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. ഫാറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. കാരണം ഫാറ്റ് ഡൈജഷൻ ആവണമെന്നുണ്ടെങ്കിൽ ബൈല് കിട്ടണം. ഈ ബൈല് വന്നിട്ട് ഗാൽ ബ്ലാഡർ എന്നാണ് സപ്ലൈ നടക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ഇങ്ങനെ ലിവർ പ്രൊഡ്യൂസ് ചെയ്ത ബൈല് മറ്റേ നമ്മുടെ ഡിയോഡിനത്തിൻ്റെ അവിടെയാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിൽ വെച്ച് ചൂ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്നും എത്ര അളവിലാണ് കഴിക്കുന്നതെന്നും അതിന് ദഹിപ്പിക്കാൻ ഏതൊക്കെ സ്രവങ്ങൾ വേണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് വായിൽ നിങ്ങൾ വെച്ച് ചവയ്ക്കുന്ന സമയത്താണ്. ഇത് ആൾറെഡി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദഹന പ്രക്രിയയിൽ നിങ്ങളുടെ വായിൽ വെച്ചിട്ടുള്ള ചവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അങ്ങനെ മര്യാദയ്ക്ക് ചവച്ചാൽ മാത്രമേ അബ്സോർബേഷനും അതേമാതിരി തന്നെ ട്രാൻസ്ഫോർമേഷനൊക്കെ മര്യാദയ്ക്ക് നടക്കത്തുള്ളൂ. ഓക്കെ, സോ ദഹിക്കാത്ത സാധനത്തിൽ നിന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയോ ദോശയോ ചുടുന്നുണ്ടെങ്കിൽ മാവ് മര്യാദയ്ക്ക് അരഞ്ഞില്ല എങ്കിൽ അത് ഇഡ്ഡലിയോ ദോശയോ ആവില്ല, വേറെ എന്തെങ്കിലും പുതിയ പേരിട്ടിട്ട് സാധനത്തിന് വിളിക്കേണ്ട വരും. പോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന സാധനം ദഹന പ്രക്രിയയിൽ മര്യാദയ്ക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് വായിൽ വെച്ച് ചവയ്ക്കുന്നതിൻ്റെ സമയത്തിന്. അത് എത്ര നന്നായി നിങ്ങൾ ചവച്ച് ഇറക്കുന്നുവോ നിങ്ങളുടെ ഹെൽത്തിന് അത് വളരെയേറെ പ്രാധാന്യം ചെയ്യും. നിങ്ങൾ എത്ര പെട്ടെന്ന് ചവയ്ക്കാതെ മിഴുങ്ങുന്നുവോ, എത്ര കുറച്ച് ചവയ്ക്കുന്നുവോ, നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡാംപ്നെസ്. അപ്പോൾ ഡാംപ്നെസ് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് നിങ്ങളുടെ ദഹനം എങ്ങനെയാണ്, നിങ്ങൾ ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാണ്. അതുപോലെ തന്നെ അബ്സോർബേഷന് നമ്മൾ നേരം സംസാരിച്ചു. കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, ഫാറ്റ്സ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആയിക്കോട്ടെ, വിറ്റാമിൻസ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അബ്സോർബേഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. ഫാറ്റ് ഡൈജഷൻ നടക്കുന്നതും സ്മോൾ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഡൈജഷൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയയൊക്കെ തന്നെ നടക്കുന്നത്
നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അബ്സോർബേഷനും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നടക്കുന്നത്. അതിനുശേഷം അതേമാതിരി തന്നെ ഇമ്മ്യൂണിറ്റി ആക്ഷനിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേമാതിരി തന്നെ ഈ 3 തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഡിയോഡിനുമായിട്ടും ജിജനുമായിട്ടും ഇല്ലിയവുമായിട്ട്. സോ അതിനെല്ലാം തന്നെ ഓരോ പ്രക്രിയയുണ്ട്. നമ്മളത് മുഴുവനും ഇപ്പോൾ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സ്മോൾ ഇൻറ്റസ്റ്റൈന് 3 ഭാഗങ്ങളുണ്ട്: ഡിയോഡിനം, ജിജിനം, ഇല്ലിയം. ആ സ്റ്റാർട്ടിങ് പാർട്ടാണ് ഡിയോഡിനം, മിഡിൽ പാർട്ടാണ് ജിജിനം. ഇല്ലിയം എന്നുള്ളത് ലാർജ് ഇൻറ്റസ്റ്റൈനിലായിട്ട് കണക്ട് ചെയ്യുന്ന ലാസ്റ്റിലത്തെ പോർഷനായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിലൂടെ ഇല്ലിയത്തിലൂടെ ആൾമോസ്റ്റ് ഡൈജസ്റ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത ശേഷം വരുന്ന വേസ്റ്റ് ആണ് ഇല്ലിയത്തിലൂടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നത്. അങ്ങനെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്ന സമയത്തും തന്നെ അതിനകത്ത് നിറയെ വാട്ടറും അതേമാതിരി തന്നെ പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാവും. ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഇതേമാതിരി വില്ലാസ് ഉണ്ട്. ഈ വില്ലാസിലൂടെ വലിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ തന്നെ വലിച്ചെടുക്കും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലോ വന്നിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ, പ്രത്യേകിച്ച് നിങ്ങൾ മുളക് പൊടിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് റെഡ് ചില്ലീസും മുളക് പൊടിയും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലാണെങ്കിൽ കാലക്രമേണ അവിടുത്തെ വന്നിട്ട് മ്യൂക്കസ് മെമ്പറൈന് ഡാമേജ് സംഭവിക്കുകയും അതേപോലെ തന്നെ അവിടെ ഒരു ആഹാരം നിങ്ങൾക്ക് നേരിട്ട് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ആഹാരം വന്നിട്ട് ഹോൾഡിങ് ഉണ്ടാവില്ല. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് മോഷൻ പോകാൻ തോന്നും. ആഹാരം കഴിച്ച ഉടനെ മോഷൻ പോകാൻ തോന്നും. IBSന്റെ അല്ലാത്ത റീസണാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ലാതെ ഈ ഡാമേജ് ഉള്ള പാർട്സിലൂടെ നിങ്ങൾക്ക് ഫുഡ് പോകുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ദഹന പ്രക്രിയ നടന്നു വരുന്ന സമയത്ത് ആ ഫുഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലതല്ല. അതിനകത്ത് നിന്ന് വേസ്റ്റും എല്ലാം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ജലത്തിനെ എടുത്തിട്ട് ജലം കാണാൻ എത്ര നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിലും ശരി, നിങ്ങൾ അതിനകത്ത് ഒരു പോസിറ്റീവ് ഡയോഡും നെഗറ്റീവ് ഡയോഡും കൊടുത്ത് ഇലക്ട്രിസിറ്റി പാസ്സായി കഴിഞ്ഞാൽ ആ വെള്ളം വിഘടിക്കും. അങ്ങനെ വിഘടിക്കുന്ന സമയത്ത് അത് വന്നിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ നിറം വന്നിട്ട് നമ്മൾക്ക് കാണാൻ അറപ്പുളവാക്കുന്ന രീതിയിൽ ചളി നിറഞ്ഞ മാതിരിയോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ അങ്ങനെ അതിനകത്തുള്ള H2 ആണ് മെയിനെങ്കിലും കൂടിയിട്ട് ബാക്കി ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ വിഘടിക്കുന്ന സമയത്ത് അതൊരു ടോക്സിക് എലമെന്റ് ആയിട്ടാണ് മാറുന്നത്. അതേമാതിരി തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിങ്ങൾ ദഹന പ്രക്രിയ നടക്കുന്ന സമയത്ത് എല്ലാം ഡിവൈഡ് ചെയ്ത് കഴിയുന്ന സമയത്ത്, ആവശ്യമുള്ളത് എടുത്തു കഴിയുന്ന സമയത്ത് അതിനകത്ത് ആവശ്യമില്ലാത്ത വേസ്റ്റ് കൂടുതലുണ്ടാവും. അതാണ് നമ്മൾ മലം എന്ന് പറഞ്ഞ് പുറത്ത് തള്ളുന്നത്. സോ ഈ മലം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡാമേജോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ആവാനും അത് കാലക്രമേണ നിങ്ങളുടെ സ്കിന്നിലേക്കും മറ്റുമൊക്കെ ബാധിക്കാൻ ഇടവരുത്തും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനകത്തൊക്കെ വന്നിട്ട് ഡാമേജസ് വരുന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും വന്നിട്ട് എക്സ്റ്റീരിയൽ പാത്തജൻ ആയിരിക്കണം എന്നില്ല. ഇതേമാതിരി തന്നെ നിങ്ങൾ മുളക് പൊടി, പ്രത്യേകിച്ച് റെഡ് ചില്ലീസ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് എരിവൊക്കെ കഴിക്കുന്ന ആളുകളിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ സ്ക്രാച്ചസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് എലമെന്റ് വന്നിട്ട് ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനും അത് കാലക്രമേണ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. എല്ലാ കേസസും അല്ല കേട്ടോ, ഇതിനൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഒരു ലങ് റിലേറ്റഡ് ആയിട്ട് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കും. അതേമാതിരി ചെറുപ്പത്തിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ലോങ് ടേം മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ബ്രീത്തിങ് സിസ്റ്റത്തിനെ ബാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സ്കെയിലിംഗ് സ്കിന്നിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അധികവും വന്നിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനോ ലാർജ് ഇൻറ്റസ്റ്റൈനോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴും വന്നിട്ട് ക്രോണിക്കലായിട്ട് ഇഷ്യൂസ് ആയിരിക്കും. ഒരുപാട് കാലപ്പഴക്കമുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സ്കിന്നിൽ ഇങ്ങനെ സ്കെയിലിംഗ് ആയിട്ടൊക്കെ വരുന്നത്. അതേമാതിരി തന്നെ നിങ്ങളുടെ സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും വൃത്തിയല്ലായിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് താരൻ ഉണ്ടാവും. ഓക്കെ, തലയിൽ താരൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 2-3 തരത്തിലുള്ള പറയും. ഒരു ചെറിയ പെയിനിന്റെ പോലെ മുട്ടയുള്ളതും ഉണ്ടാവും, അതല്ലാതെ സ്കിൻ അടർന്നു വരുന്നതുണ്ട്. ഇത് രണ്ടും ശരിയാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റൊമക്കും നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനും വൃത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇതിന്റെ മെറീഡിയൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ. ഇപ്പൊ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ പെയേർഡ് മെറീഡിയൻ ആണ്.
പേർഡ് മെറീഡിയൻ വന്നിട്ട് സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് യാങ് മെറീഡിയൻ ആണ്. കയ്യിലെ യാങ് മെറീഡിയനുകളെല്ലാം തുടങ്ങുന്നത് കൈ വിരലുകളുടെ അറ്റത്താണ്. ഈ വിരലുകളുടെ അറ്റത്തുള്ള പോയിന്റുകളൊക്കെ ജിങ്വെല്ലാണ്. യാങ് ആയതുകൊണ്ട് എല്ലാ ജിങ്വെൽ പോയിന്റ്സും മെറ്റൽ ആയിരിക്കും. ഇത് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്തിട്ട്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, എല്ലാവരും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ചെറുവിരലിന്റെ ഭാഗത്ത് തുടങ്ങുന്ന മെറീഡിയൻ നമ്മളുടെ കയ്യിന്റെ വശത്തു കൂടി തന്നെ ചെറുവിരലിന്റെ ഭാഗത്ത് ഇരുനിറം ചേരുന്ന ഭാഗത്ത് കൂടെ വന്ന് കൈ മുട്ടിലേക്ക് റിസ്റ്റിലെ ആ മുട്ട് മറ്റേ പൊന്തി നിൽക്കുന്ന ബോണിന്റെ അവിടെ വന്ന ശേഷം കൈയിന്റെ വശങ്ങളിൽ കൂടി കൈ മുട്ടിന്റെ ബാക്കിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ കൈയിന്റെ പിന്നാലെ കൂടെ തന്നെ വന്ന് കക്ഷം നമ്മൾ കൈ മറ്റേ താഴോട്ട് തൂക്കി വെക്കുന്ന സമയത്ത് ബാക്കിലെ കക്ഷത്തിന്റെ യും കൈയിന്റെയും കൂടെ ജോയിൻ ചെയ്യുന്ന അവിടെ കൂടെ വന്ന് നമ്മുടെ അപ്പർ ഷോൾഡറിൽ സിഗ്സാക്ക് ക്രിയേറ്റ് ചെയ്ത് കഴുത്തിന്റെ ഭാഗത്തേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ ഈ ബ്യൂട്ടി ബോണിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് തിരിച്ച് കാതില് നമ്മൾ മറ്റേ പിന്ന ജോയിൻ ചെയ്യുന്നവിടെ നിങ്ങൾ വിരൽ വെച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു കുഴി വരും. ഓക്കെ, കാതിന്റെ പിന്ന ജോയിൻ ചെയ്യുന്നവിടെ നിങ്ങൾ വിരൽ വെച്ചിട്ട് വായ പൊന്തിച്ചു കഴിഞ്ഞാൽ 3 കുഴി നമുക്ക് വരും. ഇതിൽ ആദ്യത്തെ കുഴി, മുകളിൽ നിന്ന് ആദ്യത്തെ വരുന്ന കുഴിയിൽ വന്നിട്ട് അവസാനിക്കുന്ന മെറീഡിയനാണ് സ്മോൾ ഇൻഡസ്ട്രിയൻ. 19 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഒരുപാട് യൂസ് ചെയ്യാവുന്ന ഒരു മെറീഡിയൻ ആണ് ഈ പോയിന്റ്സ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റും കൂടിയാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് മുലപ്പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഈ മെറീഡിയൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വൃത്തിയായി കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ചിത്രത്തിൽ ആസച്ച് എടുക്കണ്ട, അത് കൈ തിരിച്ചും മറിച്ചും വെക്കുന്നതിനനുസരിച്ചിട്ട് ഈ മറ്റേ മെറീഡിയൻ ചെറുതായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റേണൽ പാത്തജൻ ആണ് നമ്മൾ പഠിച്ചത്. ചെറുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങി ഇരുനിറം ചേരുന്ന ഭാഗത്ത് കൂടെ വന്ന് കൈയിലൂടെ വന്ന് മുട്ടിന്റെ അവിടെ വന്ന് ഷോൾഡറിന്റെ ബാക്കിൽ കക്ഷത്തിന്റെ ബാക്ക് കൂടി വന്ന് കഴുത്തിന്റെ മുൻവശത്തേക്ക് വന്നിട്ട് ഒരു മെറീഡിയൻ നേരെ കണ്ണിന്റെ മുൻവശത്തേക്ക് വന്ന് അവിടുന്ന് പിന്നെ അവിടെ അവസാനിക്കുന്നു പറയുന്നു. അതിന്റെ ഇന്റേണൽ പാത്തജൻ ഒരെണ്ണം മുഖത്തുനിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളുടെ കവിളുകളുടെ വശത്തു കൂടി കണ്ണിന്റെ ഇന്നർ കാൻജസിന്റെ മുൻവശത്ത് വന്ന് അവസാനിക്കും. അത് അവിടുന്ന് യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്തിട്ട് പോകും. സ്മാൾ ഇൻഡസ്ട്രിയൻ യൂറിനറി ബ്ലാഡറുമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പോയിന്റ്. ഓക്കെ, പിന്നെ ഒരെണ്ണം ഈ ഷോൾഡറിന്റെ അവിടുന്ന് മുൻവശത്തേക്ക് വന്ന് നേരെ സ്മോൾ ഇൻഡസ്ട്രിയന്റെ പെയർഡ് ഓർഗൻ ആയിട്ടുള്ള ഹാർട്ടിനെ ടച്ച് ചെയ്യും. എന്നിട്ട് അവിടുന്ന് നേരെ സ്റ്റൊമക്കിന്റെ അതിൽ കൂടെ വന്ന് സ്മോൾ ഇൻഡസ്ട്രിനെ ടച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഇന്റേണൽ മെറീഡിയൻ. റെഡ് കളറിൽ കാണുന്നത് എക്സ്റ്റേണൽ ആണ്, പക്ഷെ മുഖത്ത് മാത്രം ഇന്റേണൽ മറ്റേ കണ്ണിന്റെ ഭാഗത്തേക്ക് വരുന്നത് ആക്ച്വലി വന്നിട്ട് ഇന്റേണൽ മെറീഡിയൻ ആണ്, പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റൊമക് മെറീഡിയനെ ക്രോസ് ചെയ്ത് യൂറിനറി ബ്ലാഡറിന്റെ അവിടെ പോയിട്ട് അവസാനിക്കും. യൂറിനറി ബ്ലാഡർ പഠിക്കുമ്പോൾ നമുക്കത് നോക്കാം. സോ ഇന്റേണൽ പാത്തും കൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് നമുക്കിനി മറ്റേ സ്നൂസ് ചാനലിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം പുതിയതായി പഠിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സ്നൂസ് ചാനൽ ഇതേ സ്ഥലത്തിനെയൊക്കെ തന്നെയാണ് കവർ ചെയ്യുന്നത്, കുറച്ചുകൂടി സ്കിൻ ലെയറിൽ സൂപ്പർഫിഷ്യലായിട്ട് കണക്ട് ചെയ്യും. എല്ലാ മെറീഡിയന്റെയും അങ്ങനെ തന്നെയാണ്, ഈ പോകുന്ന പാത്തൊക്കെ തന്നെ കവർ ചെയ്ത് പോകുന്നു. സ്നൂസ് ചാനലിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അഡ്വാൻസ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ ഒരു സ്നൂസ് ചാനൽ എന്ന് പറയും. അതേമാതിരി തന്നെ എക്സ്റ്റേണൽ പാത്ത്, ഇന്റേണൽ പാത്ത്, അതുകൂടാതെ ഡൈവർജന്റ് ചാനൽ, അതായത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇടയിൽ കൂടി പോകുന്ന ഡൈവർജന്റ് ചാനൽസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓരോ ചാനൽസ് ഉണ്ട് എന്നുള്ളത് ഇത്രയും ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് ചിലർക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്നുള്ള അഭിപ്രായത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ടിങ് പോയിന്റ് മാത്രം ഇപ്പോൾ തൽക്കാലം പഠിക്കാം. പക്ഷെ ഇതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ പുതിയ ആളുകൾ, പക്ഷെ പഴയ ആളുകൾ തന്നെയാണ് പറഞ്ഞത് കുറച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കാമെന്നുള്ളത്. അപ്പോൾ സ്മാൾ ഇൻഡസ്ട്രിയൻ 1 എന്നുള്ള പോയിന്റ് ആണ്. നമുക്കിത് അറിയാം, യാങ് മെറീഡിയൻ ആണ്. കയ്യിലെ മെറീഡിയൻ ആയതുകൊണ്ട് അത് വിരലുകളുടെ അറ്റത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോഴൊക്കെയാണ് ഓരോരുത്തർ വരുന്നത്, ഞാൻ എങ്ങനെയാ കേറ്റാതിരിക്കുക. ഇനി തൊട്ട് നമുക്ക് ഇങ്ങനെ ഈ മറ്റേ എന്താ പറയുക ലാസ്റ്റ് മിനിറ്റിൽ വന്ന് കയറുമ്പോഴേ
സമയത്തിന് മുന്നേ വരുന്നവരെ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് എൻ്റെ സിസ്റ്റത്തിൽ. അതുകൊണ്ട് അപ്പോൾ S1 എന്നുള്ള പോയിന്റ് ജിങ്വെല്ലാണ്, യാങ് മെറീഡിയൻ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് പോയിന്റ് ആയിരിക്കും? മെറ്റൽ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ചെറുവിരലിന്റെ നമുക്ക് ഹാർട്ട് 9 എന്നുള്ള പോയിന്റ് ചെറുവിരലിലെ 4ാമത്തെ വിരലിന്റെ ഭാഗത്തായിരുന്നു. അതിന് പകരം ഇത് നമ്മൾ എങ്ങനെയാണോ LU11 എടുത്തത്, അതേമാതിരി ചെറുവിരലിന്റെ വിരലുകളൊന്നും ഒന്നുമില്ലാത്ത മറ്റേ നഖക്കോണിന്റെ 0.1 ചൂണിൽ വരുന്ന പോയിന്റാണ് SI1 എന്നുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ ജിങ്വൽ പോയിന്റ്സും തന്നെ വിൻഡ് ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റാണ്. ഓർഗണിലും മെറീഡിയനിലും ഉണ്ടാവുന്ന ഹീറ്റിനെ കുറയ്ക്കുന്ന പോയിന്റാണ്. അതുകൊണ്ടാണ് സ്ട്രോക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് പാൽപിറ്റേഷൻസ് ഒക്കെ വരുമ്പോഴോ ഈ പോയിന്റ്സിനൊക്കെ ബ്ലീഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റിലീസ് ദ വിൻഡ് ഹീറ്റ്. ഓക്കെ, അതേമാതിരി തന്നെ ജിങ്വൽ എല്ലാ പോയിന്റുകളും തന്നെ കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യാനുള്ള പോയിന്റാണ്. ഏതെങ്കിലും സമയങ്ങളിൽ വന്നിട്ട് നീഡിലിടുന്ന സമയത്തോ അതല്ലാത്ത സമയങ്ങളിലോ പെട്ടെന്ന് ഒരാൾക്ക് ഒരു തളർച്ചയോ മറ്റോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഇത് ചെയ്ത് നോക്കുക. ഒരാൾക്ക് ഒരു അൺകോൺഷ്യസിലേക്ക് സ്റ്റാറ്റസിലേക്ക് മയങ്ങി വീഴുന്നു, സ്കൂളിൽ കുട്ടികൾ പ്രാർത്ഥനകൾക്കൊക്കെ നിൽക്കുന്ന സമയത്ത് മയങ്ങി വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ ജിങ്വൽ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് പമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേമാതിരി തന്നെ ചാനൽസിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട്സ് ലാക്ടേഷൻ, അതായത് സ്ത്രീകളിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ മുലപ്പാലിന്റെ കുറവുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വളരെ നല്ല പോയിന്റ്സ് ആണ്. ഓക്കെ, അതേമാതിരി നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആഹാരത്തിൽ നിന്നും കുടിക്കുന്ന ജലത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത്, സെഗ്രിഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതേ കൂടാതെ ഫയറാണ് ഈ സാധനം. ഫയറാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്, സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫയറാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇഷ്യൂസ് നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പൊതുവേ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പനി ഉണ്ടെങ്കിൽ പനി മാറാൻ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള പനികൾ ഉണ്ടെങ്കിൽ അത് മാറാൻ നമുക്ക് ഈ പോയിന്റ് നല്ലതാണ്. എക്സസ് തേഴ്സ്റ്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് വളരെ നല്ലതാണ്. H9 ഞാൻ പറയുമ്പോൾ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് എക്കിട്ടൊക്കെ വരികയാണെങ്കിൽ H9 നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കിട്ടത്തിനെ റിലീസ് ചെയ്യാൻ പറ്റും. അതേമാതിരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സംസാരത്തിലോ അല്ലെങ്കിൽ സ്പീഡിലോ കഴിക്കുന്ന സമയത്ത് ത്രോട്ടിൽ കുടുങ്ങി പെട്ടെന്ന് വെള്ളം കുടിക്കണം തോന്നുമ്പോൾ വെള്ളം ആൾക്കാർ ആരെങ്കിലും എടുത്തിട്ട് വരുന്ന വരെ നിങ്ങൾ ഈ H9 റെഗുലറായിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവരുമ്പോഴേക്കും അത് ഓപ്പൺ ആകും. ഓക്കെ, അതേമാതിരി തന്നെ കൈവേദനകൾക്കും അതേമാതിരി കണ്ണിന്റെ ചോപ്പുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. കാതിന്റെ അടുത്ത് അവസാനിക്കുന്ന മെറീഡിയൻ ആയതുകൊണ്ട് കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്, പ്രത്യേകിച്ച് ഷോർട്ട് ടേം ആയിട്ടുണ്ടായിട്ടുള്ള ഡെഫ്നെസ്സിനോ ടിനീറ്റസിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ലോങ് ടേമിന് നിങ്ങൾ വേറെ പോയിന്റ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അക്യൂട്ട് കേസസിനൊക്കെ ഈ പോയിന്റ്സ് മതിയാവും. അതേമാതിരി തന്നെ ഈ ഇടുപ്പ് വേദനയ്ക്ക് നല്ലതാണ്. ബാക്ക് പെയിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വളരെയേറെ നല്ലൊരു പോയിന്റാണ്. പ്രത്യേകിച്ച് SI1 SI5 ഒക്കെ തന്നെ ലോവർ ബാക്ക് പെയിന് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹെഡ് ഏക്ക് മാറാൻ നല്ലതാണ്. ഡിസിനെസ്സിന് നല്ലതാണ്. ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്ന വേദന മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. നെക്കിന്റെ സ്റ്റിഫ്നെസ്സിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. എൽബോ പെയിന് നല്ലതാണ്. വിൻഡ് സ്ട്രോക്ക് ഉണ്ടെങ്കിൽ, അതായത് കാറ്റ് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് കാറ്റത്ത് ബസ്സിലൊക്കെ പോയിട്ട് വന്നു തലയ്ക്ക് പെരുപ്പ് തോന്നി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് SI1 വളരെ നല്ലതാണ്. മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ, ബ്ലഡ് വരുന്നുണ്ടെങ്കിലൊക്കെ മാറാൻ നല്ലതാണ്. ടോൺസൈറ്റിസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഷോൾഡർ പെയിന് നല്ലതാണ്. ചെസ്റ്റിൽ ഉണ്ടാവുന്ന പ്രഷറിന്, വിമ്മിഷ്ടത്തിന് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ലാക്ടേഷൻ ഈ പോയിന്റ് നല്ലതാണെന്ന് പറഞ്ഞു. സോ അതൊക്കെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ തണുപ്പ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ പോയിന്റ് നിങ്ങൾ റെഗുലറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മാറ്റം വരും. അതേമാതിരി തന്നെ നാക്കിന് സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ അബോധാവസ്ഥയിലേക്ക് വീഴാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. SI1 ലൊക്കേഷനാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. SI1 ചെറുവിരലിൽ നഖങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്ത്
നഗക്കോണിന്റെ 0.1 ചൂണ്ടിൽ വരുന്ന പോയിന്റാണ് SI1 എന്നുള്ളത്. അടുത്തത് SI2 എന്നുള്ള പോയിന്റാണ്. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലാർജ് ഇൻഡസ്ട്രിയലിലെ ചൂണ്ടുവിരൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നഗക്കോണിന്റെ അവിടെ നിന്ന് അടുത്ത പോയിന്റ് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ വിരല് റിസ്റ്റുമായി ചേരുന്ന ഭാഗത്തുള്ള ജോയിന്റിന്റെ മുൻവശത്ത് വരുന്ന കുഴിയിലാണ്. അതേപോലെ തന്നെയാണ് എങ്ങനെയാണോ നിങ്ങൾ മറ്റേ ചൂണ്ടുവിരൽ ലാർജ് ഇൻഡസ്ട്രിയൽ മെറിഡിയൻ നോക്കിയത്, അതേമാതിരി തന്നെ ചെറുവിരലിന്റെ ഇരുനിറം ഭാഗത്ത് കൂടി നിങ്ങൾ വിരൽ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ നഖത്തിന്റെ വിരലിന്റെ മൂന്നാമത്തെ വിരലിന്റെ ഭാഗം, ക്രീസിന്റെ അവസാനിക്കുന്ന ഭാഗം ഇരുനിറം ഭാഗത്ത്, അതും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൈ മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിരൽ ജോയിൻ ചെയ്യുന്ന അവിടെ ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റിന്റെ മുൻവശത്ത് ഇരുനിറം ചേരുന്ന ഭാഗത്തുള്ള കുഴി നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും അതേപോലെ തന്നെ ജിംഗ്വൽ പോയിന്റിനെ പോലെ തന്നെ ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. ഇത് ഇൻസ്പ്രിംഗ് പോയിന്റ് ആണ്. മെറ്റൽ മെറീഡിയൻ ആയതുകൊണ്ട്, കയ്യിലെ മെറീഡിയൻ ആയതുകൊണ്ട്, ജിംഗ്വൽ എന്ന് പറയുന്നത് മെറ്റലാണ്. മെറ്റൽ കഴിഞ്ഞ് അടുത്ത പോയിന്റ് വാട്ടർ പോയിന്റ് ആണ്. അപ്പോൾ ഫയറിലെ വാട്ടർ പോയിന്റ് ആണ് ഉറപ്പായിട്ടും ഇൻസ്പ്രിംഗ് പോയിന്റും ആയതുകൊണ്ട് ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ മെറീഡിയനിലെ ഹീറ്റും സ്മോൾ ഇൻഡസ്ട്രിയനിലെ ഹീറ്റ്, അതേമാതിരി തന്നെ ഈ മെറീഡിയൻ പോകുന്ന വഴികളിലൂടെ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ചില ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡറിന്റെ സ്കാപ്പുലർ റീജിയന്റെ മുകൾ ഭാഗത്ത് ചിലപ്പോൾ ഒരുതരം എരിച്ചിൽ ഫീൽ ചെയ്യും. ഓക്കെ, അത് ഒരു പക്ഷേ ടൂ വീലർ ഓടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്ന് മറ്റേ പ്രോപ്പറായിട്ടുള്ള ഹൈറ്റിലല്ലാതെ കമ്പ്യൂട്ടറോ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കോ ഷുഗർ വേരിയേഷൻ ഉള്ള ആളുകളിലൊക്കെ തന്നെ വന്നിട്ട് സ്കാൽപ്പുലർ റീജിയന്റെ കയ്യിന്റെ മറ്റേ ഷോൾഡറിന്റെ ബാക്ക് സൈഡിലൊക്കെ ചില ഭാഗങ്ങളിൽ എരിച്ചലുണ്ടാവും. ചിലർ കാലിന്റെ അടിയിൽ പറയും, ചിലർ ഈ വശത്ത് എരിച്ചൽ വരുന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് സ്മാൾ ഇൻഡസ്ട്രിയൻ പോകുന്ന മെറീഡിയൻ ആണ്. ആ ഭാഗങ്ങളിലെ ഹീറ്റ് ആണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഈ SI2 വളരെ നല്ല പോയിന്റ് ആണ്. കാരണം ഫയറിലെ വാട്ടർ പോയിന്റ് ആയതുകൊണ്ട് ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ല പോയിന്റ് ആണ്. അത് മാത്രമല്ല, അത് ഇൻസ്പ്രിംഗ് പോയിന്റും കൂടെയാണ്. അതേമാതിരി തന്നെ മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിരലുകളുടെ നംനെസ്സിനെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ചൂടിനെ റിഡ്യൂസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ക്ലിയേഴ്സ് ഹീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പനിക്ക് നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ ചൂടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ തലവേദനയ്ക്കും ഇനീറ്റസിനും നല്ലതാണ്. അതേമാതിരി തന്നെ ഡാർക്കായിട്ട് മൂത്രം വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ വെള്ളം കുടിച്ചാലോ തന്നെ ബാഡ് സ്മെല്ലായിട്ട്, ഒരുപാട് സ്മെല്ലായിട്ടും ഡാർക്ക് യൂറിനാണ് വരുന്നതെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ നിങ്ങൾക്ക് റെഡ് കളറിൽ കാണുന്നുണ്ട്. ആൾറെഡി നിങ്ങൾ LI2 മാർക്ക് ചെയ്തു, LI3 പഠിച്ചു. അതേപോലെ തന്നെയാണ് SI2ഉം SI3ഉം. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് SI3 എന്നുള്ളതാണ്. നിങ്ങൾ ലൊക്കേഷൻ നോക്കിയിരുന്നു, ഇത് നിറം ചേരുന്ന ഭാഗത്ത് തന്നെയാണ്. ഇതും SI3യും വളരെ നല്ലൊരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വളരെ നല്ലതാണ്. ഓക്കെ, മസിൽ പിടുത്തമോ അല്ലെങ്കിൽ മസിൽ ടിച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആദ്യം ബാക്കിയുള്ള മെറീഡിയനൊക്കെ പഠിച്ചത്. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കഴുത്ത് നെക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഷോൾഡർ റീജിയൻ, അപ്പർ ഷോൾഡർ റീജിയൻ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. ബെനിഫിറ്റ്സ് ദ നെക്ക് ആൻഡ് ബാക്ക്, ആക്ടിവേറ്റ്സ് ദ മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ്. അതേമാതിരി തന്നെ എക്സ്റ്റീരിയർ, അതായത് പുറത്തുനിന്നുള്ള കാറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. റെഗുലേറ്റ്സ് ദ ഡ്യൂ മെറീഡിയനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഡ്യൂ മെറീഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു മെറീഡിയൻ ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ SI3 എന്നുള്ളത് മനസ്സിലാക്കുക. അതേമാതിരി കാംസ് ദ ഷെൻ, ഷെന്നിനെ കാം ചെയ്യാൻ നല്ലതാണ്. മലേറിയയ്ക്കും ഈ പോയിന്റ് വളരെ നല്ലതാണ്. മലേറിയ പനിയുള്ള ആളുകൾക്ക് ഈ പോയിന്റിൽ നീഡിൽ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്.
എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ പെയിൻ ആൻഡ് റിജിഡിറ്റി ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ ഉണ്ടാവുന്ന പെയിനിനും റിജിഡിറ്റി മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. മലേറിയക്ക് നല്ലതാണ്, നമ്മൾ ആൾറെഡി നോക്കിയതാണ്. പെയിൻ ഇൻ ദ ലുംബാർ ആൻഡ് സാക്രം, അതായത് ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന വേദനയും, സാക്രം എന്ന് പറഞ്ഞാൽ ബട്ടക്സിന്റെ ഏകദേശം മുകൾ ഭാഗത്തായിട്ട് വരുന്നതാണ്, ഇടുപ്പും ബട്ടക്സും കൂടി ചേരുന്ന ഭാഗം. അതേമാതിരി തന്നെ ഫിംഗേഴ്സിനൊക്കെ വന്നിട്ട് മസിൽ കോച്ചിപ്പിടുത്തം പോലെ ക്രാംപ്നെസ് പെയിൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഈ പോയിന്റ് നല്ലതാണ്. എൽബോനും അതേമാതിരി തന്നെ റിസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. അത് മാനസികമായിട്ടുള്ള ഇഷ്യൂ ടെമ്പററി ആയിട്ട് ചിലവർക്ക് ഉണ്ടാവില്ലേ, ചില സമയങ്ങളിൽ എന്തെങ്കിലും പേടിച്ചതോ അല്ലെങ്കിൽ പരീക്ഷയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവുന്ന സൈക്കിക് ഡിസോർഡേഴ്സിനൊക്കെ തന്നെ ഈ പോയിന്റ് നല്ലതാണ്. എപ്പിലെപ്സിക്കും ഈ പോയിന്റ് നല്ലതാണ്. അതല്ലാണ്ട് ഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ആ മാതിരിയുള്ള ഡിസീസിനൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മൂൺ ഫേസ് സമയത്ത്, വെളുത്തുപാവ് സമയത്തും കറുത്തപാവ് സമയത്തും ഒക്കെ മാനസികമായ തലങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറാനും ഈ പോയിന്റ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം. കാത് കേൾക്കുന്നില്ലെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കണ്ണിനുണ്ടാവുന്ന കൺജഷൻ മാറാൻ നല്ലതാണ്. SI3 കാണുന്നുണ്ടാവും റെഡ് കളർ പോയിന്റിൽ. അപ്പോൾ നമ്മൾ SI2 നോക്കിയിരുന്നു, അതിൽ SI2 ആയിരുന്നു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് SI3 എന്നുള്ള പോയിന്റാണ്. അടുത്തത് SI5 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ജിൻ റിവർ പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? SI1 എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് തൊടുക, ഒരു മിനിറ്റ് ഒന്ന് അമർത്തുക. SI1 ആണ്. ഈ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുക. SI1ന്റെ ലൊക്കേഷനിൽ ടച്ച് ചെയ്തിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ബുക്ക് കൂടെ കാണിക്കാം. SI1നെ പമ്പ് ചെയ്യുക ഒരു 10 പ്രാവശ്യം. ഇത് SI1 എന്നുള്ള പോയിന്റ് ആണ്. സ്മാൾ ഇൻറ്റസ്റ്റൈൻ 1 ആണ്. ഈ ഫയർ മെറീഡിയനിലെ യാങ് ആണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഈ SI1 എന്നുള്ളത് വന്നിട്ട് വിരലുകളുടെ അറ്റത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് ജിംവൽ എന്ന് പറയും. ഇത് മെറ്റൽ ആണ്, മെറ്റൽ പോയിന്റ് ആണ്, ഫയറിലെ മെറ്റൽ പോയിന്റ് ആണ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പറയുക ഇത് മുഴുവനും. പിന്നെ എന്തൊക്കെ പറയണം തോന്നുന്നു അതൊക്കെ പറയാം. എന്തുകൊണ്ടാണ് മെറ്റൽ? യാങ് മെറീഡിയനിലെ ജിംവൽ പോയിന്റ്സ് ഒക്കെ മെറ്റൽ എന്നാണ് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് SI2 എന്നുള്ള പോയിന്റിലേക്ക് പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്ത് നോക്കുക വേദന ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇത് SI2 എന്നുള്ള പോയിന്റ് ആണ്, യാങ് മെറീഡിയൻ ആണ്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്, ഫയറിന്റെ യാങ് പാർട്ടാണ്. SI2 എന്നുള്ളത് വന്നിട്ട് വാട്ടർ പോയിന്റ് ആണ്. യാങ് മെറീഡിയൻ ആയതുകൊണ്ട് മെറ്റൽ കഴിഞ്ഞാൽ അടുത്തത് വാട്ടർ പോയിന്റ് ആണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് SI3 എന്നുള്ള പോയിന്റ് തൊടുക. ഇത് SI3 ആണ്. വാട്ടർ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? വുഡ് പോയിന്റ് ആണ്. സ്മാൾ ഇൻറ്റസ്റ്റൈൻ മെറീഡിയനിലെ വുഡ് പോയിന്റ് ആണിത്. അത് ഫയറിലെ വുഡ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫയറിന്റെ യാങ് ഓർഗന്റെ മെറീഡിയൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആ സമയത്തൊക്കെ പ്രസ് ചെയ്യുക, അവിടെ വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് SI5 ആണ്. 4ാമത്തെ എക്സ്ട്രാ പോയിന്റ് ആണ്, അതുകൊണ്ട് 5നെ കൺസിഡർ ചെയ്യാം. SI5 എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് LI5 എന്നുള്ള പോയിന്റ് അറിയാം. തള്ളവിരലിനെ തംസപ്പ് പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കൈൻ്റെ അവിടെ ഒരു കുഴി കാണാന്ന് പറഞ്ഞു, റിസ്റ്റിന്റെ അവിടെ. ആ കുഴി കൂടി നേരെ ഒരു സൂചി കുത്തി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നത് SI5 കൂടി ആയിരിക്കും. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ വിരലിനെ എന്ത് ചെയ്യണം? കൈയിനെ ഇങ്ങനെ കൈ വെച്ച ശേഷം ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ കുഴിയാണ് LI5 പോലെ തന്നെ SI5ന്റെ അവിടെയും കുഴി കാണാൻ പറ്റും. ആ കുഴിയുടെ മധ്യഭാഗം. സോ ലൊക്കേഷൻ വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഇതും ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റ് ആണ്. ക്ലിയേഴ്സ് ദ മെറീഡിയനിൽ തന്നെ ഹീറ്റ് ക്ലിയർ ചെയ്യുന്നു. റെഡ്യൂസസ് സ്വെല്ലിങ്, ശരീരത്തിനകത്ത് എവിടെ സ്വെല്ലിങ് ഉണ്ടെങ്കിലും അത് മാറാൻ നമുക്ക് ബാക്കി പോയിന്റ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം ഈ പോയിന്റും കൂടെ ഉപയോഗിക്കാം. പ്രധാനമായിട്ട് ഇത് നെക്ക് പെയിനിന് ഉപയോഗിക്കും. അതേമാതിരി തന്നെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് പെയിന് വളരെ നല്ല പോയിന്റ് ആണ്. പനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെയേറെ നല്ല പോയിന്റ് ആണ്. ഓക്കെ, കഴുത്തിന്റെ റീജിയനിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, SI5 നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ചിത്രത്തിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചത്. ലാർജ് LI5ന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറുവിരലിൻ്റെ റിസ്റ്റും കൈയും കൂടി ചേരുന്ന ഭാഗത്ത് ടാറ്റ കാണിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴി കാണാം. ആ മധ്യഭാഗം, ആ ബോണിന്റെ മധ്യഭാഗത്ത് നിങ്ങൾ ഇതിൽ ബോണിൽ പോലെയാണ് കാണുന്നത്. അവിടെ ശരിക്കും നമുക്ക് തൊടുമ്പോൾ ഒരു കുഴിയും കൂടെ കാണാൻ പറ്റും.
ഓക്കെ, അടുത്തത് നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ SI8 എന്നുള്ള പോയിന്റ് ആണ്. SI8 എന്നുള്ള ലൊക്കേഷൻ എവിടെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൈ കൊണ്ട് മിടിച്ചിട്ട് ഷോക്ക് അടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കൈമുട്ടിൻ്റെ അവിടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നത് നോക്കിക്കോളൂ. കൈ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ കയ്യിൻ്റെ നമ്മുടെ ഇന്നർ വശം, ഓക്കെ, ഹാർട്ട് മെറിഡിയൻ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ബോണും അതിൻ്റെ ഇന്നർ വശത്തായിട്ട് ഇനി ഒരു ചെറിയ ബോണും കാണാം. ഈ രണ്ട് ബോണിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ നന്നായി മടക്കി പിടിച്ചിട്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഷോക്ക് അടിച്ച പോലെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് കുഴി. കുഴി തന്നെയാണ്, കാണുന്നുണ്ടോ? എൻ്റെ വിരൽ ശരിക്കും പോയി ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗം. കാണുന്നുണ്ടോ വീഡിയോ? ഉണ്ട്. ഇതാണ് SI8 എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറിഡിയൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് ഹീസി പോയിന്റ് ആണ്. ഒന്നുകൂടി കാണിക്കോ? കാണില്ലേ? അത് എഴുതിയത് മാത്രമേ കാണുള്ളൂ, നോട്ട്സ് മാത്രമേ കാണുന്നുള്ളൂ. അതൊന്ന് മാറ്റി നോക്കോ, ഒന്ന് സ്ക്രീൻ ഒന്ന് മാറ്റി നോക്കിയാൽ കിട്ടും. ശരി, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് കാണിക്കാം. സ്ക്രീൻ ഓഫ് ആക്കിയ പിന്നെ കാണിക്കാം. അപ്പൊ കഴിയുമല്ലോ, കഴിയാതെ. ആക്ടിവേറ്റ്സ് മെറിഡിയൻ, അലിവേറ്റ്സ് പെയിൻ, അതായത് മെറിഡിയൻ ആക്ടിവേറ്റ് ചെയ്യുന്നു, വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്ലിയേഴ്സ് ഹീറ്റ് ആൻഡ് ഡാമ്പ് ഹീറ്റ്, അതായത് ഡാമ്പ്നെസ്സും ഹീറ്റും കൂടിയുള്ള ആളുകൾക്ക് ഇത് മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഒട്ടുമിക്ക തടിച്ചുള്ള ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ വന്നിട്ട് ഡാമ്പ്നെസ് ഉണ്ടാവും, നീർക്കെട്ട് പോലെ തോന്നും, ഹീറ്റും ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. എത്ര AC മറ്റുള്ളവർക്കൊക്കെ തണുക്കണമെന്ന് പറഞ്ഞാലും ഇവർക്ക് തണുപ്പ് ഉണ്ടാവില്ല, ബോഡി ഹീറ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ SI8 വളരെ നല്ല പോയിന്റാണ്. പ്രത്യേകിച്ച് എൽബോ പെയിന് വളരെയേറെ നല്ല പോയിന്റാണ്. മറ്റേ എപ്പിലെപ്സിക്കും ഈ പോയിന്റ് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, SI8ന്റെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണും. ഇതിപ്പോൾ വെളിയിലാണ് കാണും, SI3യുടെ അവിടെ പോലെ തോന്നും, പക്ഷെ അവിടെയല്ല. ചിത്രത്തിന് ചില പരിമിതികളുണ്ട്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം.